ആത്മബലി സമർപ്പണമെന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്നു. അഭിമന്യ ആലപ്പാട്ട് പിതാവാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ഡൗൺലോഡ് ചെയ്യാം. കത്തിലെന്താ വിശേഷം? യുപ്രാസമ്മയെ കണ്ടോ എന്ന് എന്റെ അപ്പൻ എഴുതി ചോദിച്ചിരിക്കുന്നു. 3 ദിവസമായി അമ്മയെ കാണാൻ ശ്രമിക്കുന്നു, ഇതുവരെ കണ്ടില്ല. നമുക്കൊന്ന് മുറി ചെന്നാലോ? ശല്യപ്പെടുത്തണ്ട, പ്രാർത്ഥനയിലായിരിക്കും. നമുക്കൊന്ന് ഇടനാഴിയിലൂടെ നടന്നു നോക്കാം, ചെലപ്പോ കണ്ടെങ്കിലോ. എന്താ, ആരെയാ നിങ്ങൾ നോക്കുന്നത്? ഞങ്ങൾക്ക് യുപ്രാസമ്മയെ ഒന്ന് കാണണം. അമ്മ മുറി കാണും. മുറിയിൽ ഞങ്ങൾ ചെന്നാൽ ഇഷ്ടാവോ? പഠിക്കാനെത്തിയ പുതിയ കുട്ടികളാ നിങ്ങൾ. നല്ലൊരമ്മയാ. നിങ്ങളെ കണ്ട ആൾക്ക് വലിയ ഇഷ്ടമാവും. സിസ്റ്റർ, ഈ സമയത്ത് അമ്മ വരാന്തയിൽ വന്നിരിക്കാറുണ്ട്. ചെന്ന് നോക്കുക, ചെലപ്പോ കാണും. ശരി. കാണാൻ സാധിക്കുമോ ക്ലിയോപേട്ര? ഇതായിരിക്കണു, അതായിരിക്കും അമ്മ. വരൂ. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. കുട്ടികൾ പേര് പറയുക. ക്ലിയോപേട്ര. വിധവകളുടെ മധ്യസ്ഥയാ കാതറിൻ. കലകളുടെ മധ്യസ്ഥ സിസിലി. അറിയുമോ? സംഗീതത്തിന്റെ മധ്യസ്ഥയാ സിസിലി പുണ്യവതി. കുട്ടി പാടുമോ? ശരിക്കും ഇല്ല. യുപ്രാസിയമ്മ പടിയുടെ അറ്റത്ത് എന്തിനാ ഇങ്ങനെ തുണിച്ചിട്ടണേ? അതെ, ഈ മുറികളിൽ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് താമസം. അവർക്ക് ഒരു ശല്യമാകരുത്. നടക്കുമ്പോൾ ശബ്ദം കേൾക്കരുത്. നമ്മളായിട്ട് ഒരു തപ്പ് ആർക്കും വരുത്തരുത്. നല്ല കുട്ടികൾ, വിട്ടോളൂ. പ്രാർത്ഥനയുടെ ഐശ്വര്യം കാണാനുണ്ട് മുഖത്ത്. അവനിത് കൊണ്ടുവന്നപ്പോഴേ ഞാനിത് സ്വന്തമാക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവന് മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ വന്നടി. ഞാൻ മുയലൻ അന്തോണി വറീത. അമ്മ ഞങ്ങളെ ഇത്ര പെട്ടെന്ന് മറന്നു? പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ക്ഷമിക്കണം. ദൈവമേ, യുപ്രാസിയമ്മ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഓർക്കാഞ്ഞിട്ടാണ് കേട്ടോ. അമ്മ ഓർക്കാഞ്ഞിട്ടാന്ന്. ഞങ്ങളുടെ മകൻ പട്ടിയെ കണ്ടു പേടിച്ച് ബുദ്ധിഭ്രമം വന്നു. വൈദ്യന്മാരെല്ലാം കൈവിട്ടു. ഞങ്ങൾ ഇവിടെ വന്ന് അമ്മയെ കൊണ്ട് മാധ്യസ്ഥം പ്രാർത്ഥിപ്പിച്ചു. 6 മാസം സമർപ്പിച്ചു കൊന്ത ചൊല്ലുക, അസുഖം മാറും. എന്നിട്ട്
പറഞ്ഞു, മരിച്ചാലും മറക്കില്ല കേട്ടാ. അമ്മ പറഞ്ഞ പോലെ അവന്റെ അസുഖം മാറി കൂടി പോകാൻ തുടങ്ങി. ഓ, ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അമ്മയുടെ പ്രാർത്ഥനയാ അവന് സൗഖ്യം നേടി തന്നത്. ഞാനല്ല സൗഖ്യം തന്നത്. അല്ല പിന്നെ ആരാ? ഈശോയ്ക്ക് നന്ദി പറയാ, സ്തോത്രം അർപ്പിക്കുക. അത് ശരിയാ അമ്മ പറഞ്ഞത്. ആ, അമ്മ ഈ സമ്മാനം സ്വീകരിക്കണം. സമ്മാനമോ? വേണ്ട വേണ്ട. അത് പറഞ്ഞാ ഞങ്ങള് സമ്മതിക്കില്ല. എന്റെ പെങ്ങടെ മകന് സിംഗപ്പൂരി ജോലിയാ. അവൻ അവിടുന്ന് വന്നപ്പോ കൊണ്ടുവന്ന ഒരു സ്ഫടികപാത്രമായത്. വലിയ വിലയുള്ളതാ. അമ്മ ഇത് സ്വീകരിക്കണം. ദരിദ്രരായി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ദാരിദ്ര്യവ്രതം എടുക്കുന്ന ഞങ്ങൾക്ക് എന്തിനാണ് ഈ സ്ഫടികപാത്രം? ചിരട്ടയിലാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. വന്നല്ല വമ്പരം കറക്കി. എടി എന്നെ കുട്ടി എപ്ലസ്യാമ ഇപ്പൊ അടുക്കളയെ വരും. പെമ്പുള്ളേര് തലമുടി അഴിച്ചിട്ടുണ്ടാടി അടുക്കള ഇരിക്കണത്. എന്നും ചോദിച്ചോണ്ടായിരിക്കും വഴക്ക് പറയാൻ പോണത്. അവളുടെ തല നിറയെ ചൊറിയ. അയ്യേ, വൃത്തിമനയിലാഞ്ഞിട്ടാ ചൊറി വന്നത്. ഓ, ആളെ കണ്ടാലും മതി. എന്താ ഷേല് വെളുത്തു തുടുത്തല്ലേ ഇരിക്കുന്നത്. ആ ഈ തലമുറ നരയ്ക്കുന്നതിന് മുമ്പ് മുറ്റത്തിറങ്ങി നടന്നാൽ ആൾക്കാരെ പേടിക്കില്ല. ഇരുട്ടത്ത് വരുമ്പോ കൂട്ടിയിടിക്കാതിരിക്കാൻ ഞാൻ ചിരിച്ചോണ്ട് നടക്കും. എന്റെ വെളുത്ത പല്ല് കണ്ട് ആൾക്കാര് വഴിമാറി കേട്ടോ സിസ്റ്ററെ. എന്റെ അപ്പനെ പോലൊരു മണ്ടൻ ഈ ലോകത്തേ കാണിയാൽ. അതെന്താ റോസി ചേർത്തി? എന്റെ മുഖത്ത് നോക്കി എന്റെ അപ്പൻ എങ്ങനെ വിളിച്ചു കാണും? റോസ്